ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയത്തിന്റെ നിഴലിലാക്കി ആശുപത്രി അധികൃതർ നടത്തിയ വാദങ്ങൾ പൊളിഞ്ഞു. ഡോക്ടറുടെ മുറി പരിശോധിച്ചപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മോസലോസ്കോപ്പ് എന്ന ഉപകരണവും ബില്ലും കണ്ടെത്തിയെന്നും മുറിയിൽ മറ്റൊരാൾ പ്രവേശിച്ചെന്ന് സംശയമുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതർ ആരോപിച്ചത്. എന്നാൽ തന്റെ മുറിയിൽ കണ്ടെത്തിയത് റിപ്പയർ ചെയ്യാൻ നൽകിയ ഉപകരണമാണെന്നും ജൂനിയർ ഡോക്ടർമാർക്ക് എപ്പോൾ വേണമെങ്കിലും മുറിയിൽ പ്രവേശിക്കാൻ താക്കോൽ നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചു. ഡോക്ടറുടെ വാദം ശരിവെച്ച കടയുടമ നന്നാക്കാൻ നൽകിയ ഉപകരണവും ഡെലിവറി ചെല്ലാനുമാണ് കണ്ടെത്തിയതെന്ന് അമൃത വാർത്തകളോട് സ്ഥിരീകരിച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായി ഡോക്ടർമാരുടെ സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ സന്ദേശം അയച്ചിരുന്നു. ഇത് പുറത്തായതിനു പിന്നാലെ ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പലും സംയുക്ത വാർത്താ സമ്മേളനത്തിലൂടെ ഹാരിസ് ചിറക്കലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി. ഓഗസ്റ്റ് 7-ന് ഹാരിസ് ചിറക്കലിന്റെ ഓഫീസ് മുറി തുറന്നപ്പോൾ മോസലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി. ഇത് കാണാതായ ഉപകരണമാണോ എന്ന് വ്യക്തത വരുത്താൻ തൊട്ടടുത്ത ദിവസം പരിശോധിച്ചപ്പോൾ മറ്റൊരു ബോക്സിൽ നെഫ്രോസ്കോപ്പും മോസലോസ്കോപ്പ് വാങ്ങിയതിന്റെ ബില്ലും കണ്ടെത്തി. CCTV പരിശോധിച്ചപ്പോൾ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ കയറുന്നതായി കണ്ടെത്തിയെന്നും ആശുപത്രി അധികൃതർ ആരോപിച്ചു. അവിടെ ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. CCTV നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി, ഒരു അടയാളമായി കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിരിക്കും. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് മറുപടി എന്നോണം വിശദീകരണ കുറിപ്പുമായി ഉടൻ തന്നെ ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നു. തന്റെ മുറിയിൽ കണ്ടെത്തിയത് മോസലോസ്കോപ്പ് അല്ല എന്നും നന്നാക്കാൻ കൊടുത്ത നെഫ്രോസ്കോപ്പ് ആണെന്നും വിശദീകരിച്ചു. നന്നാക്കാൻ 2 ലക്ഷം രൂപയാകുമെന്നതിനാൽ കാശില്ലാത്തതിനെ തുടർന്ന് കമ്പനി തിരികെ അയച്ചു. തന്റേത് ഓഫീസ് മുറി ആയതിനാൽ രാത്രിയും പകലും ജൂനിയർ ഡോക്ടർമാർക്ക് കയറാൻ അനുവാദമുണ്ടെന്നും രഹസ്യ സ്വഭാവമില്ലെന്നും ഹാരിസ് ചിറക്കൽ. ഡോക്ടറുടെ വാദങ്ങൾ സ്ഥിരീകരിച്ച് എറണാകുളത്തെ കടയുടമയും രംഗത്ത് വന്നു. നന്നാക്കാൻ തന്ന നെഫ്രോസ്കോപ്പ് ആയിരുന്നുവെന്നും ഡെലിവറി ചെല്ലാനായിരുന്നു അതിലുണ്ടായിരുന്നതെന്നും ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് ഉടമ അമൃത വാർത്തകളോട് പറഞ്ഞു. 3 നെഫ്രോസ്കോപ്പ് റിപ്പയർ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ അപ്പൊ അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അതിന്റെ റോഡ് ലെൻസ് ഒക്കെ പൊട്ടിയ കാര്യം 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഇൻസ്ട്രുമെന്റാ. അപ്പൊ അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് DC ഇട്ട് തന്നെ തിരിച്ചു കൊടുത്തു. ഡെലിവറി ചെല്ലാൻ, അത് ബില്ലല്ല. ബില്ലെന്ന് പറയുന്നത് ടാക്സ് ഇൻവോയ്സ് ആണ്. ഇതെന്ന് ഡെലിവറി ചെല്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ ഒരു റെക്കോർഡാണ്. തങ്ങളുടെ വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞതോടെ ഇനി എന്ത് വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകുക എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.